ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ദിവസം ഒരു ഗുരുവും ശിഷ്യനും യാത്രയിലായിരിക്കുമ്പോൾ വഴിയരികിൽ നൂറ്റാണ്ടുകളോളം പഴക്കം തോന്നിക്കുന്ന ഒരു വൻമരം അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ മരത്തിന്റെ തണലിൽ വിശ്രമിച്ച ശിഷ്യൻ അതിശയത്തോടെ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഇത്രയും വലിയൊരു മരം എങ്ങനെയാണ് ഉണ്ടായത്? ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അതിന്റെ രഹസ്യം അറിയണമെങ്കിൽ ആദ്യം ആ മരത്തിലെ ഒരു പഴം കൊണ്ടുവരും. ശിഷ്യൻ ഉടൻ തന്നെ മരത്തിൽ നിന്നൊരു പഴം പറിച്ചു കൊണ്ടുവന്നു. ഗുരു നിർദ്ദേശിച്ചു, ഇനി അത് രണ്ടായി മുറിക്കൂ. ശിഷ്യൻ പഴം മുറിച്ചപ്പോൾ അതിനകത്ത് 100 കണക്കിന് വിത്തുകൾ കാണപ്പെട്ടു. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ ഗുരു ആവശ്യപ്പെട്ടു. ചെറിയ വിത്ത് കയ്യിലെടുത്ത ശിഷ്യനോട് ഗുരു പറഞ്ഞു, ഇപ്പോൾ അത് പൊട്ടിച്ചു നോക്കൂ. ശിഷ്യൻ വിത്ത് പൊട്ടിച്ചു നോക്കി. അവന്റെ മുഖത്ത് അത്ഭുതവും ആശയക്കുഴപ്പവും നിറഞ്ഞു. അവൻ പറഞ്ഞു, ഗുരുവേ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ. ഗുരു മൃദുവായി പറഞ്ഞു, അതെ, അതിലൊന്നുമില്ല, അത് ശൂന്യമാണ്. ഈ ശൂന്യതയിലാണ് ഈ മഹാവൃക്ഷത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പല വലിയ കാര്യങ്ങളും ഉദിക്കാറ്. പലപ്പോഴും പലരും ശൂന്യമെന്ന് കരുതുന്ന അവസ്ഥകളിൽ നിന്ന് തന്നെയാണ് ലോകത്തിന്റെ മഹത്തായ സൃഷ്ടികൾ ജനിച്ചിട്ടുള്ളത്. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെയും അന്ത്യദിനങ്ങൾ അതിമഹത്തരമായിരിക്കും എന്ന് ഇയ്യോബിന്റെ പുസ്തകം 8:7 പറയുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ ഒരു വൃക്ഷത്തിന്റെ പഴം പോലെയാണ്. അതിനകത്തെ ആഗ്രഹങ്ങൾ ആ വിത്തുകളാണ്. ആ വിത്തുകൾ വളർന്ന് വൻമരങ്ങളാകാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കാനുള്ള മനസ്സും ധൈര്യവുമാണ് ഏറ്റവും പ്രധാനം. ശരിയായ നേരവും എല്ലാം തികഞ്ഞ സമയവും കാത്ത് പല കാര്യങ്ങളും ചെയ്യാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഈ ശൂന്യത ഒരു ഭാരമായിരിക്കും. എന്നാൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നവർക്ക് ഇതാണ് മഹത്വത്തിന്റെ അടിസ്ഥാനം. സാധാരണയായി ഒന്നുമില്ലെന്ന് തോന്നുന്നിടത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. എന്നാൽ ശൂന്യതയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവർക്ക് ഒരിക്കലും വലിയ വൃക്ഷത്തെ പോലെ വലുതാകാൻ കഴിയുകയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരുന്നവർക്ക് കരുത്ത് കൂടുതലായിരിക്കും. അവർക്ക് തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും. ഒപ്പം ശൂന്യമായതിനെ ഫലങ്ങളാൽ നിറയ്ക്കുന്നവരാകുവാനും കഴിയും. ഓർക്കുക, ഒരു ചെറിയ വിത്ത് വളർന്നു വരുമ്പോൾ തന്നെ അതിൽ ഫലമുണ്ടാവുകയില്ല. ഫലം കായ്ക്കണമെങ്കിൽ കാത്തിരിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലും ഓരോ പ്രവൃത്തികളുടെയും ഫലം ലഭിക്കുന്നത് കുറേ കാലത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ്. ഒരു ചെറിയ വിത്തിന്റെ ഉള്ളിലെ ശൂന്യത ഒരവസാനമല്ല, മറിച്ച് മഹത്തായ തുടക്കത്തിന്റെ ഏറ്റവും ഉറപ്പുള്ള അടിസ്ഥാനമാണ്. ശൂന്യതയിൽ നിന്ന് നിറയെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.